ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അർച്ചനയും. തുടർന്ന് അടുക്കളയിലേക്ക് ചെല്ലുന്ന അർച്ചനയുടെ മുഖം വിഷമത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് മീര കാര്യം തിരക്കുകയാണ്. അത് പിന്നെ ഏട്ടത്തി, അവന്തിക ഏട്ടത്തി അനഘയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, അവളെങ്ങനെയെങ്കിലും കെട്ടിപ്പോകട്ടെ എന്ന് മീര പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ അങ്ങനെയല്ല കാര്യങ്ങൾ. അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ടാണ് അവന്തിക ഏട്ടത്തി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഏത് കൊള്ളരുതായ്മയ്ക്കും ചേച്ചിയുടെ ഒപ്പം നിൽക്കുന്നവളല്ലേ അവള്. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനൊരു പണി ആവശ്യം തന്നെയാണെന്ന് മീര പറയുന്നു. അപ്പോഴെങ്കിലും അവൾ മനസ്സിലാക്കട്ടെ, കൂടെ പിറപ്പിനെ പോലും ഒരു മടിയുമില്ലാതെ ചതിക്കുന്നവളാണ് അവന്തികയെന്ന്. നീ എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി രണ്ടുപേരുടെയും കൂടി നാടകമാകാനും സാധ്യതയുണ്ട്. ഏട്ടത്തി, നമ്മളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവൾ അങ്ങനെ വിഷമത്തോടെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഈ വിവാഹം നടക്കുകയാണെങ്കിൽ അവൾ മരിക്കുമെന്നാ അവൾ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ആ അജയൻ നമ്മുടെ ആതിരയെ കെട്ടാൻ പോയപ്പോൾ അവൾക്കുണ്ടായ വിഷമം നമ്മൾ കണ്ടതല്ലേ. എന്താണെങ്കിലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെയും അനഘ വിവാഹം ചെയ്യാനും പോകുന്നില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, അവന്തികയോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ അനഘയോടുള്ള സ്നേഹം കൊണ്ടാണോ നീ ഇതൊക്കെ പറയുന്നതെന്ന് മീര ചോദിക്കുന്നു. അത് അനഘയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് അർച്ചന പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അജയനെ തനിക്ക് വിവാഹം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനഘയെയാണ്. ഞാൻ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാ? ആരോട് ചെന്ന് സഹായം ചോദിക്കാനാ? ആരോടും സഹായം ചോദിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനഘ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മീര ചെല്ലുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനഘയെ കാണുമ്പോൾ മീരയ്ക്ക് പാവം തോന്നുകയാണ്. തിരക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇവള് പറഞ്ഞില്ലെങ്കിലോ? എന്താണെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ കരയുന്നതെന്ന് മീര ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അനഘ മനസ്സിൽ പറയുകയാണ്, ഇവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ? എന്നാൽ പറയാമെന്ന് കരുതി അനഘയെല്ലാം പറയാനൊരുങ്ങുമ്പോഴേക്കും മീര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദീപിനെയാണ്. അനഘ കരഞ്ഞുകൊണ്ട് സന്ദീപിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, എന്താ അനഘെ, എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുന്നു. സന്ദീപ്, എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം എൻ്റെ ചേച്ചി ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി അത് കേൾക്കുന്നില്ല. സന്ദീപിനോടല്ലാതെ വേറെ ആരോടും ഈ കാര്യം പറയാൻ എനിക്ക് ഒരു ധൈര്യവുമില്ല. എങ്ങനെയെങ്കിലും ചേച്ചി ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഈ വിവാഹം നടക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അനഘ പൊട്ടിക്കരയുകയാണ്. എടോ, താൻ വിഷമിക്കാതെ. തനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം എന്താണെങ്കിലും ഏട്ടത്തി നടത്തില്ല. ഞാൻ ഏട്ടത്തിയോട് സംസാരിക്കാം. സന്ദീപെ, നമ്മളൊന്നും പറഞ്ഞാൽ ചേച്ചി കേൾക്കില്ല. നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സന്ദീപിനോട് ഈ കാര്യം വന്ന് പറഞ്ഞത്. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് സന്ദീപിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് അനഘ. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അനഘയെ സന്ദീപ് സമാധാനിപ്പിക്കുന്നു. അതേസമയം ആതിര അങ്ങോട്ടേക്ക് വരികയാണ്. അനഘ സന്ദീപിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. താൻ കരയാതെടോ, നമുക്ക് ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാമെന്ന് സന്ദീപ് പറയുന്നു. സന്ദീപിനെ വിശ്വസിച്ച ഞാനിപ്പോൾ ജീവിക്കുന്നത്. സന്ദീപ് അല്ലാതെ എനിക്ക് ആരുമില്ലെന്നും അനഘ പറയുന്നു. മനസ്സിലായടോ എന്ന് പറഞ്ഞുകൊണ്ട് അനഘയെ സമാധാനിപ്പിക്കുകയാണ് സന്ദീപ്. ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആതിര. ഞാൻ അറിയാതെ അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആതിര അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ സന്ദീപ് അനഘയെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനും ധനുഷും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴി സന്ധ്യയുടെ കാര്യങ്ങളെല്ലാം നന്ദൻ ഓർക്കുന്നു. എത്രയും പെട്ടെന്ന് സന്ധ്യയെ കണ്ട് സംസാരിക്കണം. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ധനുഷിനോട് ഞാനിവിടെ ഇറക്കാമെന്നും സച്ചി വന്ന് ധനുഷിനെ പിക്ക് ചെയ്യുമെന്നും നന്ദൻ പറയുന്നു. അതിനുശേഷം സച്ചിയെ വിളിച്ചും നന്ദൻ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദൻ സന്ധ്യയെ കാണുന്നതാണ്. സന്ധ്യയോട് ഒരു കാര്യം പറയണമെന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു. എനിക്ക് സന്ധ്യയോട് പറയാനുള്ളത് സന്ധ്യയുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവന്തിക വീണ്ടും ഗർഭിണിയാകും. ഒരു കുഞ്ഞ് നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്യും. അങ്ങനെ സമസ്ത അപരാധങ്ങൾക്കും മാപ്പ് പറഞ്ഞാൽ നന്ദന് അവന്തികയോടുള്ള ദേഷ്യം കുറയുകയും ചെയ്യും. എന്നെ ഓർത്ത് നന്ദൻ വിഷമിക്കണ്ട. നിങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ സേതു അച്ഛൻ്റെ കാരുണ്യത്തിൽ വളർന്ന ഒരു പെൺകുട്ടി, അത്രയും ഒരു ബന്ധം മാത്രം മതി നമ്മൾ തമ്മിൽ. അതിലുപരി ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണെന്നും സന്ധ്യ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.